ഗൈസ്, അപ്പം നമ്മുടെ വണ്ടി വാഷ് ചെയ്യുന്നൊക്കെ വീഡിയോസ് കണ്ടിട്ട് കുറേ പേര് നമ്മളോട് ചോദിച്ചായിരുന്നു നമ്മൾ ഉപയോഗിക്കുന്ന പ്രഷർ വാഷർ ഏതാണ്. അപ്പം പ്രഷർ വാഷറിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആണ്, ഫിറ്റിംഗ് ഉൾപ്പെടെ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഞാൻ ഉപയോഗിക്കുന്ന പ്രഷർ വാഷർ ഏതാണെന്ന് ചോദിച്ചാൽ ഐബെലിൻ്റെ യോവ സീരീസിൽ വരുന്ന 1500 വാട്ട്സ് വരുന്ന പ്രഷർ വാഷറാണ്. ഹൗസ് ഹോൾഡ് യൂസ് ആണ് അത് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമുക്ക് കാണാം. അപ്പോൾ എല്ലാവരും ബാ. അപ്പം ഇത് ഇത്രയാണ് ഇതിൻ്റെ കൂടെ വരുന്ന കണക്റ്റേഴ്സ്. ഇതെന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഓസുമായിട്ട് കണക്ട് ചെയ്യണം. ടാപ്പെ കണക്ട് ചെയ്തിട്ട് ഓസിൻ്റെ ഔട്ട് എടുക്കുന്ന ഇതിലെയാണ്. ഇത് രണ്ടും വരുന്നത് തന്നെ, ഇത് രണ്ടും നമുക്ക് ഓസ് കയറുന്നിടത്ത് ഓസ് എടുത്തിട്ട് ഓസ് കൊടുക്കുന്ന ഇതിലാണ്. അപ്പോൾ ഇത് അതേൽ ത്രെഡിൽ ടൈറ്റ് ചെയ്തിട്ട് അത് അറ്റാച്ച് ചെയ്യുക. അത് ഞാൻ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് കാണിച്ചു തരാം. പിന്നെ വരുന്ന സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ വരുന്നത് ഫോം ബോട്ടിലൂടെയാണ് വരുന്നത്. പിന്നെ ഈ ഐറ്റം നമുക്കിപ്പം ഓസ് കണക്ട് ചെയ്യാൻ പറ്റാത്തടത്താണെങ്കിൽ നമുക്ക് ബക്കറ്റിൽ വെള്ളം ഇത് ഫിറ്റ് ചെയ്തിട്ട് ബക്കറ്റിൽ നിന്ന് എടുക്കാം. ആ ഒരു പർപ്പസിനാണ് ഇത്. ഇതാണ് നമ്മുടെ ഗണ്ണ് വരുന്നത്. ഇത് മെഷീനിൽ നിന്ന് എടുത്തിട്ട് അതിൻ്റെ ഓസ് ഉണ്ട്, അതിൻ്റെ ഓസ് വെച്ചിട്ട് കണക്ടർ വെച്ച് ഇതേ കണക്ട് ചെയ്യണം. ഒരെൻഡ് മെഷീനിലും കൊടുക്കണം. ഇതേലാണ് നമ്മൾ ഇതിൻ്റെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. വെച്ചാൽ പവർ അഡ്ജസ്റ്റ് ചെയ്യുന്നത് നമുക്ക് ഇങ്ങനൊരു സാധനമാണ്. ഇതേലാണ് പവർ അഡ്ജസ്റ്റ്. ഇത് നമുക്ക് ഈ ഗണ്ണിൻ്റെ അറ്റത്ത് വെച്ചിട്ട് ഫിറ്റ് ചെയ്തിട്ട് ഇതിൽ നമുക്ക് കണ്ടോ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ കണ്ടോ ഇവിടെ ഒരു സ്റ്റീലിൻ്റെ സാധനമുണ്ട്. അതിങ്ങനെ നോസിൽ വലുതാവുകയും ചെറുതാവുകയും ചെയ്യും. കണ്ടോ ഇപ്പം അത് അകമ്പം അത് സ്പ്രെഡായിട്ട് പോകും. ഇത് അടുക്കുമ്പം പോയിൻ്റ് ആവും. ഒരു പോയിന്റിലോട്ട് അടിക്കാം. അപ്പോൾ ഞാൻ ഇത് വെള്ളം ഫിറ്റ് ചെയ്തെല്ലാം കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കറക്റ്റ്. ഞാൻ ആദ്യം ഇത് പറഞ്ഞ് നമ്മൾ ടാപ്പേ കൊടുക്കുന്ന ആണ് ഇതിൻ്റെ എൻഡ്. അപ്പോൾ ഇത് നമ്മൾ ടാപ്പയിലോട്ട് കയറ്റി വെച്ച് ഫുൾ ടൈറ്റ്. ഇവിടെ ഒരു ത്രെഡ് ഉണ്ട്, അത് വെച്ച് കണക്ട് ചെയ്ത് ടൈറ്റ് ആക്കുക. നല്ലോണം ടൈറ്റ് ചെയ്യണം, അല്ലെങ്കിൽ വെള്ളം ലീക്കാവും. എന്നിട്ട് നമ്മുടെ ഓസ് എടുത്തിട്ട് ഇതിൻ്റെ അടിയിൽ നമുക്ക് പ്രൊവിഷൻ ഉണ്ട്, അതിനകത്തോട്ട് നല്ലൊരു തിരികെ കയറ്റിയിട്ട് ഇത് ഒരു ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓസ് അവിടെ കണ്ട് ടൈറ്റായി, ഫുൾ ടൈറ്റായി. എന്നിട്ട് നമുക്ക് ഓസിൻ്റെ എൻഡ് എടുത്തിട്ട് നമുക്ക് മെഷീനെ കൊടുക്കും. ഇത് നമുക്ക് ഓസ് വരുന്ന അവിടെ ആദ്യം മെഷീൻ്റെ ത്രെഡേ കൊടുക്കാനാണ്. പക്ഷേ എനിക്ക് പറ്റിയത് നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു ചെറിയൊരു കമ്പി കിട്ടും. എന്നുവെച്ചാൽ ഈ ഫിൽറ്റർ നമുക്കിങ്ങനെ തള്ളി വെളിയിലോട്ട് എടുത്തിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയാണ്. പക്ഷെ എൻ്റെ കമ്പി നഷ്ടമായി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ എടുത്തത്. നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഇതൊരു ഫിൽറ്ററാണ്. കാരണം ഇത് ചെളി മെഷീനോട്ട് കയറി വരാതിരിക്കാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് അഴുക്കുണ്ടായിരുന്നു, അതാണ് എൻ്റെ കമ്പി മിസ്സായി. നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് തള്ളിയാൽ ഇത് ഊരിയെടുക്കാൻ പറ്റും. അപ്പോൾ എന്തെങ്കിലും ഒരു ഐറ്റം ഇട്ട് തള്ളിയത് എൻ്റെ അത് മിസ്സായി. അപ്പോൾ നമുക്ക് ഇത് ഫിറ്റ് ചെയ്യാം. ഇതിന് നമുക്ക് 2 ത്രെഡ് വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഈ സൈഡിൽ ഈ ത്രെഡ് കയറുന്ന ഇത് വലിപ്പമുള്ള ഇവിടെ കയറിയ ലൂസ് ആയിരുന്നു കേട്ടോ, ഇത് കയറത്തില്ല. അപ്പോൾ നമുക്ക് കൊടുക്കുമ്പോൾ മനസ്സിലാവും, കൺഫ്യൂഷൻ വേണ്ട. ഈ സൈഡിലെ ത്രെഡിലാണ് ഇത് ഫിറ്റ് ചെയ്യുന്നത്. ഇവിടുന്ന് നമുക്ക് ഗണ്ണയിലോട്ടുള്ള കണക്ഷൻ എടുക്കാൻ, എന്ന് വെച്ചാൽ ഇതിൻ്റെ കണക്ഷൻ എടുക്കാനാണ് ഈ സൈഡിലെ. ഇത് ഇച്ചിരി വലിയ ത്രെഡാണ്. അവിടെ ആദ്യമേ ഈ ത്രെഡ് പോകരുത്, കറക്റ്റ് ത്രെഡ് കയറ്റിയിട്ട് അത് ഫിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ ബാക്കിലോട്ട് പുള്ളി ചെയ്താൽ ഇതിനകത്തോട്ട് കയറ്റി വെക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഒരു വാഷറൊക്കെ ഉണ്ട്, ഇതൊന്നും നഷ്ടമാവരുത്. കാരണം അപ്പോൾ അതിൻ്റെ ലൂസായി പോകും. ഇത് കയറ്റുക, ഇത് ടൈറ്റ് ആക്കുക, ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനി നമുക്ക് വേണ്ടത് ഓസ് എടുത്തിട്ട് മുമ്പ് ടാപ്പേ കണക്ട് ചെയ്തതിൻ്റെ കൂട്ട് തന്നെ ഇതിനകത്തോട്ട് ഓസ് ഇതൊന്ന് ലൂസ് ചെയ്യണം കേട്ടോ. ഇത് ലൂസ് ചെയ്തിട്ട് ഓസ് ഫുള്ള് ഇങ്ങനെ കയറ്റി വെക്കുക, ടൈറ്റായി കൊടുക്കുക. പരിപാടി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഗണ്ണെ കണക്ട് ചെയ്യാനേ ഉള്ളൂ പരിപാടി. ഇത്രയേ ഉള്ളൂ. വാട്ടറിൻ്റെ ഫ്ലോ കൊടുക്കാൻ വേണ്ടി ഇത്രയേ ഉള്ളൂ സംഭവം. ഇത്രയേ ഉള്ളൂ പരിപാടി. പിന്നെ എനിക്ക് ഇതിൻ്റെ കൂടെ കിട്ടിയ ഒരു ഐറ്റമാണ് ഈ ഒരു ഓസ്. ഈ ഒരു ഓസ് എന്ന് പറയുന്നുണ്ട്. ഇതിന് ആകെപ്പാടെ നമ്മുടെ ഒരു 2 കൈ 1 മീറ്റർ കൂടുതൽ കാണും, ഇത്രയേ ഉള്ളൂ നീളം. പക്ഷെ ഇതുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇത് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഈ ഓസിന് വരെ ഇവിടെ കൊടുത്തിട്ട് ഈ സാധനത്തെ ഫിറ്റ് ചെയ്താൽ നമുക്ക് അതിനു വേണ്ടി അത് തന്നെ ബക്കറ്റ് ഇട്ട് ഉപയോഗിക്കാം. ബക്കറ്റ് ഇട്ടിട്ട് എടുക്കാം. അല്ലാതെ നമ്മുടെ പൈപ്പ് അല്ലെ പിന്നെ ഈ മെഷീൻ കൊണ്ടുവന്ന് പൈപ്പിൻ്റെ ചോട്ടിൽ കൊണ്ടുവെക്കണം. നമ്മുടെ വീട്ടിൽ ഇരിക്കുന്ന ഓസെ തന്നെ കൊടുക്കുന്നതാണ്. ഈ ഓസും കൊണ്ട് ഉപയോഗമില്ല. ഞാൻ ഈ ഓസ് ഉപയോഗിക്കാറില്ല. ഞാൻ വീട്ടിലെ ഓസ് തന്നെയാണ് എൻ്റെ കയ്യിലുള്ള ഓസ. ഈ ഓസ് ഇതിൻ്റെ കൂടെ കിട്ടിയ ഓസ. ബക്കറ്റിൽ നിന്നൊക്കെ എടുക്കാനാണ് ഈ ഓസ് കറക്റ്റ് സ്യൂട്ടാണ്. അല്ലെങ്കിൽ നമുക്ക് മെഷീൻ കൊണ്ടുവന്ന് പൈപ്പിൻ്റെ അടുത്ത് കൊണ്ടുവച്ചിട്ട് വേണം ഇതെടുക്കുക. അപ്പോൾ നമുക്ക് അത്രയും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നല്ല ലെങ്ത് ഉള്ള ഓസാണ്, നമുക്ക് എവിടെ വേണമെങ്കിലും ഇത് ക്യാരി ചെയ്യാം. അടുത്ത നമ്മൾ മെഷീനിൽ നിന്ന് ഗണ്ണയിലോട്ടുള്ള കണക്ഷൻ എടുക്കുന്നത്. അപ്പോൾ ഇതിന് 2 ത്രെഡും ഒരുപോലെയാണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് അത് പ്രശ്നമില്ല. ഏതെങ്കിലും ഒരു ത്രെഡ് എടുക്കുക, ഏതെങ്കിലും ഒരു അറ്റം എടുത്തിട്ട് ഇതിനകത്തോട്ട് ടൈറ്റായിട്ട് വെച്ചിട്ട്
ഇതൊക്കെ ചെയ്യുമ്പം ഇതിനെ ത്രെഡ് പോവാതെ സൂക്ഷിക്കണം. കറക്റ്റ് ത്രെഡ്, ഈ മണ്ണോ ചെളിയോ ഇതിലൊക്കെ ഉണ്ടെങ്കിൽ കല്ലൊക്കെ ഇരുന്നാൽ ഈ ത്രെഡ് പോകാൻ ചാൻസ് ഉണ്ട്. കാരണം ഇത് സ്റ്റീലിൻ്റെ, ഇത് പോയി കഴിഞ്ഞാൽ ഇത് മൊത്തത്തിലേ മാറാനൊക്കെ പറ്റും. ഇത് കറക്റ്റ് കയറ്റി വെച്ച് ടൈറ്റാക്കി കൊടുക്കുക, ടൈറ്റാക്കി കറക്റ്റ് കൊടുക്കുക. എന്നിട്ട് ഗണ്ണെ ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പേ ഈ ഓസ് നമ്മൾ ചുരുട്ടി വെക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ ഇതിന് കണ്ട ഒരു ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇത് നൂട്ട് കൊടുക്കണം, അല്ലെങ്കിൽ നമുക്ക് ഇത് കുരുങ്ങി പോകും. ഞാൻ കണ്ട ഒരു ഡിസ്അഡ്വാൻറ്റേജ് ഇതിൻ്റെ കണ്ടോ, ഇതുണ്ട്, ഇതിങ്ങനെ കുരുങ്ങിയിരിക്കും. നമ്മൾ ഇതിൻ്റെ അറ്റത്ത് പിടിച്ചുകൊണ്ട് ഇത് ഒരറ്റം മെഷീനെ കണക്ട് ചെയ്തുകൊണ്ട് ഇത് പെയ്യെ നൂത്ത് കൊടുക്കുക, അല്ലെങ്കിൽ നമുക്കിത് ഉപയോഗിക്കാൻ ഭയങ്കര പാടായിരിക്കും. ഞാൻ കണ്ട ഒരു ഡിസ്അഡ്വാൻറ്റേജ് ഇല്ല. പിന്നെ ഈ ഓസ് നല്ലപോലെ സൂക്ഷിച്ച് യൂസ് ചെയ്യുക. കാരണം ഇതിനൊരു കവറിങ്ങോ ഒന്നുമില്ല. ഇതൊരു പൈപ്പ്, പക്ഷെ നല്ല കട്ടിയുള്ള സാധനമാണ്. നമ്മൾ ഈ മണ്ണുള്ളിടത്തോ വണ്ടി ഇതിൻ്റെ മണ്ടയിൽ കൂടെ കയറുമോ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ ഈ ഓസ് പോവാൻ ഈ കണക്ടർ, ഇതാണ് ഇതിൻ്റെ മെയിൻ സാധനം, ഇത് പോവാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഇത് സൂക്ഷിച്ച് ഉപയോഗിക്കുക. ഇതാദ്യം ഇതിൻ്റെ കുരുക്ക് എടുത്തിട്ട് വേണം ഇത് നമ്മൾ ഉപയോഗിക്കാൻ. ഇതിൻ്റെ കുരുക്ക് ഇങ്ങനെ എടുത്ത് കുരുക്ക് ഫുൾ മാറ്റണം. അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, ഓസെ കണക്ട് ചെയ്താൽ ഇതെടുത്തിട്ട് ഇതേന്ന് കണക്ട് ചെയ്തു, ഇനി എടുത്ത് ഗണ്ണയിലോട്ട് ഇത് കുരുക്കഴിക്കാതെ കണക്ട് ചെയ്താൽ നമുക്ക് ഭയങ്കര പാടായിരിക്കും ഇത് ഉപയോഗിക്കാൻ. ഇത് കിടന്ന് കുരുങ്ങി ഇതിനൊരു 8 മീറ്റർ ലെങ്ത് വരുന്നുണ്ട്. ഇത്രയും ലെങ്ത് ഉണ്ട് സത്യം പറഞ്ഞാൽ. ഇതാണ് ഇതിൻ്റെ ഒരു ഏക പ്രശ്നം. ഇതിങ്ങനെ കിടന്ന് കുരുങ്ങും. ഇതിങ്ങനെ കുരുങ്ങി കഴിഞ്ഞാൽ ഈ ഓസ് ഇത് നശിച്ചു പോകും. ഞാനിങ്ങനെ ആദ്യം ഇത് ഇത്രയും ലെങ്തിൽ കൊണ്ടുപോയിട്ട് ഇത് നൂത്ത് സെറ്റാക്കിയിട്ടാണ് ഗണ്ണയിൽ കണക്ട് ചെയ്യുന്നത്. ഇതിപ്പോൾ കണ്ടോ, ഇതിപ്പം നൂന്നു. ഇനി നമുക്ക് ഫ്രീ ആയിട്ട് ഇത് കൊണ്ടു നടക്കാൻ പറ്റും. അല്ലാതെ നമ്മൾ ഡയറക്റ്റ് എടുത്ത് 2 അറ്റം കൂടെ കണക്ട് ചെയ്താൽ ഇത് കുരുങ്ങി ആകെ പട നാശമാവും, നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല ഗണ്ണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇത് ഗണ്ണയിലോട്ടും കൂടെ കൊടുക്കാം. ഇപ്പോൾ ഗണ്ണ് എടുക്കുക, ഗണ്ണിൻ്റെ ഈ പോയിന്റിലോട്ട് ഇതിനകത്തോട്ട് ഇത് നല്ലപോലെ പ്രസ് ചെയ്ത് കയറ്റിയിട്ട് ഈ ത്രെഡ് വെച്ച്, ഇത്രേ ഉള്ളൂ. ഇതിൻ്റെ നീളം, ഈ ഓസിൻ്റെ നീളം വരുന്നതിന് 8 മീറ്റർ ലെങ്താണ് ഇതിന് വരുന്നത്. നമുക്കൊരു കാറൊക്കെ, ഈ മെഷീൻ ഏകദേശം അടുത്താണ്, ഒരു കാർ നമുക്ക് റൗണ്ടിൽ നല്ല നിന്ന് കഴുകാൻ പറ്റും. പിന്നെ ഞാൻ ചെയ്തേക്കുന്ന അഡീഷണൽ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാനൊരു എക്സ്ട്രാ ഇതിൻ്റെ കോഡിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ കോഡിൻ്റെ ലെങ്ത് ഉണ്ട്. ഈ മെഷീൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ, നമുക്ക് പവർ കൊടുക്കാനുള്ള വയറിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം നിങ്ങൾക്ക് കറക്റ്റ് കാണിക്കുവാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഒരു കൈ എടുത്ത് ഇങ്ങനെ നോക്കണം, 1 2 3, ഒരു 3 മീറ്റർ അങ്ങ് കൂട്ടിക്കും. 3 മീറ്ററേ ഉള്ളൂ. അപ്പം നമുക്ക് ഒരു വീണ്ടും അകത്ത് ആ സ്വിച്ച് ബോർഡ് ആണെങ്കിൽ, പവർ പ്ലഗേ വേണം ഇത് കൊടുക്കാൻ. സ്വിച്ച് ബോർഡ് അകത്താണെങ്കിൽ നമുക്ക് മെഷീൻ അടുത്തൊരിക്കലും കൊണ്ടുവരാൻ പറ്റില്ല. അപ്പം ഞാൻ ചെയ്തൊരു പരിപാടി എന്ന് വെച്ചാൽ, ഞാനൊരു എക്സ്ട്രാ ഒരു പവർ സോക്കറ്റ് എക്സ്റ്റൻഷൻ ബോക്സ് ഉണ്ടാക്കിയായിരുന്നു. ഇത് പവർ കേബിൾ ഇട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതേ ഡയറക്റ്റ് ഈ മെഷീൻ ഫിറ്റ് ചെയ്യാൻ പറ്റും. അല്ലാതെ കുറഞ്ഞ ബോക്സിലൊന്നും ഇത് കൊണ്ട് കൊടുക്കരുത്. കാരണം അത്യാവശ്യം വാട്ട്സ് എടുക്കുന്നത്, അതുകൊണ്ട് ചിലപ്പോൾ അത് എക്സ്റ്റൻഷൻ ബോക്സ് കത്തിപ്പോകും. അപ്പോൾ നല്ലൊരു സാധനം ഉണ്ടാക്കണം. ഇതേൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇതേന്ന് ഞാൻ അകത്തുള്ള പവർ പോയിന്റിലോട്ടാണ് കൊടുത്തേക്കുന്നത്. ഇതേ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഗുണമെന്ന് വെച്ചാൽ, ഈ കേബിളിന് ഒരു 10-15 മീറ്റർ നീളമുണ്ട്. ഇത് കുത്തി ഇതിൻ്റെ ലെങ്ത് എവിടെ വരെ ഉണ്ടോ അത്രയും ലെങ്തിൽ നമുക്ക് ഇത് കൊണ്ട് ക്യാരി ചെയ്യാൻ പറ്റും. ഈ മെഷീൻ നമുക്ക് അടുത്ത് എവിടെ വേണേലും കൊണ്ടുപോകാൻ പറ്റും. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു പരിപാടി ചെയ്യുന്നു. ഇതിന് നീളക്കുറവുണ്ട്, കാരണം നീളം വരത്തുള്ളായിരിക്കും, അതും ഒരു പ്രശ്നം. അപ്പോൾ അത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. മെഷീൻ വാങ്ങിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റത്തില്ല, ഈ ഒരു സാധനം കൂടെ ഒക്കെ ഉണ്ടാക്കണം. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് കുറച്ച് ലോങ്ങിൽ കൊണ്ട് നടന്ന് മെഷീൻ ഉപയോഗിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഈ സോക്കറ്റ് ഉള്ളിടത്ത് തന്നെ ഇത് 3 മീറ്റർ നീളമേ ഉള്ളൂ വയറിന്. അപ്പോൾ നമ്മൾ ഗണ്ണിലിപ്പോൾ ഫിറ്റ് ചെയ്തു, ഗണ്ണയിലെ ഫിറ്റ് ചെയ്തു. പിന്നെ നമുക്കിനി ടാപ്പ് ഓണാക്കിയിട്ട് വെള്ളം, ഇതിൻ്റെ പ്രഷർ ഗേജാണ്. പിന്നെ ഇതിനിവിടെ ഒരു സ്വിച്ച് വരുന്നുണ്ട്. നമ്മൾ ആദ്യമേ ഈ സോക്കറ്റിൻ്റെ സ്വിച്ച് ഓണാക്കി, എന്നിട്ട് ഈ സ്വിച്ച് ഓൺ ആക്കണം. സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ഇത് കണ്ടോ, വെള്ളം പമ്പ് ചെയ്ത് ഇവിടെ പ്രഷർ ആവും. ഇപ്പോൾ കണ്ടു, ഇവിടെ പ്രഷറായി, അതാണ് ഇത് നിന്നത്. ഇപ്പം നമ്മൾ ഓൺ ആക്കി വെക്കുമ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇത് പമ്പ് ചെയ്യും, കാരണം പ്രഷർ കയറ്റാൻ വേണ്ടി ഇത് പമ്പ് ചെയ്യും. ഇനിയിപ്പോൾ നമുക്കിത് ഉപയോഗിക്കാം, പ്രഷർ ആയി കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിൽ എപ്പോൾ ട്രിഗർ ഞെക്കുന്നു ഞാൻ കാണിച്ചത്, ഇത് കണ്ടോ, ഇപ്പോഴേ മെഷീൻ ഓൺ ആകത്തുള്ളൂ. ഇതേന്ന് ഇപ്പം ഞെക്കി കഴിയുമ്പോൾ മെഷീൻ ഓണായി, വിട്ടു, മെഷീൻ ഓഫായി. ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ പ്രഷറാണ് കാണിക്കുന്നത്. ഇത് ഇപ്പോൾ നമ്മളിത് കണ്ട് അടിച്ച് കഴിയുമ്പോൾ പ്രഷർ കണ്ടോ, 20, 100, കറക്റ്റ് 120 ബാർ പ്രഷർ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് കറക്റ്റ് പ്രഷർ നമുക്ക് കിട്ടുന്നുണ്ട്. 120 ബാർ പ്രഷറാണ് എനിക്ക് കിട്ടുന്നുണ്ട്. പിന്നെ
കറക്റ്റ് കയറുന്നുണ്ടോ നോക്കുക. എവിടെയെങ്കിലും ബ്ലോക്കപ്പ് ഓസ് ഒടിഞ്ഞ് കിടന്നാലൊക്കെ വെള്ളം കയറാൻ പ്രശ്നം ഉണ്ടെങ്കിൽ പ്രഷർ കാണിക്കത്തില്ല. അപ്പം കറക്റ്റ് വെള്ളത്തിൻ്റെ ഫ്ലോ കറക്റ്റാണോ നോക്കുക. ഇത്രയേ ഉള്ളൂ നമുക്ക് ചെക്ക് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ഫിറ്റിങ്സ് ഭയങ്കര സിമ്പിളാണ്. ഇത് നമുക്ക് ഫോം അടിക്കാൻ വേണ്ടിയുള്ളതാണ്. ഇത് നമുക്ക് ഇതിൻ്റെ അറ്റത്ത് കണ്ട് ഇങ്ങനെ കയറ്റി ഇതിനകത്ത് ഫോം വെച്ചിട്ട് കാണിക്കുക. ഇതിനും ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഈ സാധനം കണ്ടോ, നമ്മൾ പ്രഷർ അടിക്കുന്ന സമയത്ത് ഇത് ഊരിപ്പോവും. കണ്ടോ, തെറിച്ചുപോയി. ഇത് ലോക്കില്ല. ഇതാണ് അതിൻ്റെ ഒരു പ്രശ്നം. ഇത് ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് ഇത്ര യൂസ്ഫുള്ളായിട്ട് തോന്നിയില്ല. ഞാൻ ഇപ്പോഴും ഇതാണ് ഉപയോഗിക്കുന്നത്. എനിക്ക് ഇത് മാത്രമേ ഉള്ളൂ ഇങ്ങനത്തെ ഒന്ന് രണ്ട് ഈ ഒരു കേബിളിൻ്റെ പ്രശ്നം. ഈ കേബിൾ നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ഈ കേബിളിന് ഡാമേജ് ഉണ്ടാവും. പിന്നെ ഈ ഒരു സാധനം ഇത് ഇച്ചിരി നല്ലത് കൊടുക്കാമായിരുന്നു. കാരണം ഞാൻ ഇത് വാങ്ങിച്ചത് 14,000 രൂപയാണ് ഇതിൻ്റെ വില. ഇത് മാത്രമേ ഉള്ളൂ. ഇതുണ്ട് ഒരു ലോക്കിംഗ് സിസ്റ്റം ഇല്ല. ഇതിങ്ങനെ ചുമ്മാതെ കയറി ഇങ്ങനെ ഇരിക്കും. ഇത് നമ്മൾ വണ്ടിയൊക്കെ വാഷ് ചെയ്യുമ്പോൾ ഫോം അടിച്ചു പോകുമ്പോൾ ഈ ക്യാൻ തെറിച്ചങ്ങ് പോകും. നമുക്കൊരു യൂസേജ് ഇല്ല. ഇതിനകത്ത് ഇപ്പം വെള്ളം ഇല്ലാതെ തന്നെ ഇതിനകത്ത് ഇപ്പം ലിക്വിഡ് ഒഴിച്ച് കഴിയുമ്പോൾ വെള്ളമോടെ നിറച്ച് കഴിയുമ്പോൾ ഇതിന് വെയിറ്റ് വരും. വെയിറ്റ് വന്നു കഴിയുമ്പോൾ ഇതേ ഇരിക്കത്തില്ല. ഇതിങ്ങനെ ഊർന്നങ്ങ് പോകും. ഇതുണ്ട് നമ്മളിങ്ങനെ പ്രഷർ അടിച്ച് കഴിയുമ്പോൾ ഈ സാധനം തെറിച്ചങ്ങ് പോകും. അതേ ഉള്ളൂ ഇതിൻ്റെ ഈ ഒരു 1-2 പ്രശ്നമേ ഉള്ളൂ ഇതിന്. പക്ഷേ സാധനം പൊളിയാണ്. ഞാൻ പവർ കാണിച്ചത്. ഇപ്പോൾ ഇതിനെ പോയിന്റ് ഇട്ടിട്ട് അടിച്ച് കഴിഞ്ഞാൽ ഇതുണ്ടോ ആ ചെടി വരെ ഇവിടെ നിന്ന് പോകുന്നുണ്ട്. നല്ല ലെങ്തിൽ നമുക്ക് സ്പ്രേ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ വൈഡ് കാണിച്ചു കഴിഞ്ഞാൽ ഇത് ഇത്രയും വൈഡാണ് നമുക്ക് കിട്ടുന്നത്. വൈഡ് ഇട്ട് കഴിഞ്ഞാൽ ഇത്രയും വൈഡ് പോയിന്റ് ഇടുമ്പോൾ ഇത്രയും പോയിന്റിലോട്ടും പോകുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു പവർ എന്ന് കാണിക്കുന്നത്. ഞാൻ ഇനിയും ഉപയോഗിച്ച് കാണിച്ചു തരാം. ഇപ്പോൾ ഇതുണ്ടോ ഇവിടെ പായലുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൻ്റെ ഒരു പവർ കാണിച്ചു തരാൻ വേണ്ടി ഇത് പോയിന്റ് ഇടും. അപ്പോൾ വൈഡ് ഇട്ട് കാണിക്കാം. വൈഡ് ഇട്ട് കണ്ടോ, പിന്നെ ഇത്രയേ ഉള്ളൂ. വൈഡ് ഇടുമ്പോൾ അറിയാമല്ലോ സ്പ്രെഡ് ചെയ്ത് പോത്തേ ഉള്ളൂ. ഞാൻ ഇത് പോയിന്റിലോട്ട് മാറ്റാം. ഇത് കണ്ടോ, ഇതിപ്പോൾ ഞാൻ പോയിന്റ് ആക്കി. പിന്നെ പവർ എന്ന് പറഞ്ഞിട്ടുണ്ടോ നമുക്ക് കറക്റ്റ് ഫുൾ പായൽ അടിച്ച് കളയാൻ പറ്റും. ചുറ്റോടെ ഇങ്ങനെ ആക്കിയാൽ അടുപ്പിച്ച് പിടിച്ചാൽ കുറച്ച് കണ്ടോ പായൽ പോകുന്നുണ്ടോ. ഇത്രയും പവർ. ഞാൻ ഇത്രയും ഡിസ്റ്റൻസ് നിന്നിട്ട് തന്നെ അടിക്കുന്നത് പോകുന്നുണ്ടോ. ഇത് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ വേറെ ഫിറ്റിങ്സ് വാങ്ങിക്കാൻ പറ്റും. ഈ റൗണ്ടിൽ അടിക്കുന്നത് കണ്ടിട്ടുണ്ടോ, റൗണ്ടിൽ. അപ്പോൾ അത് നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ അറ്റാച്ച് ചെയ്യാൻ പറ്റും. ഈ ചെറിയ നോസിലുകളുണ്ട്, അതിങ്ങനെ കയറ്റി ഇതല്ലാതെ നോസിൽ കയറ്റി വെക്കാൻ പറ്റും. അപ്പോൾ ആ നോസിൽ ഇങ്ങനെ വട്ടത്തിൽ നമുക്ക് അടിച്ചാൽ അപ്പോൾ ഒന്നുകൂടെ ഏരിയ കവർ ചെയ്യുന്ന സാധനം. അതൊക്കെ എക്സ്ട്രാ വാങ്ങിക്കണമെന്നേ ഉള്ളൂ. ഇതിപ്പോൾ കണ്ടോ, ഇത് നമ്മൾ കണ്ടോ പായൽ പോകുന്നുണ്ട്. അത്രയും പവറുണ്ട് ഇതിന്. സത്യം പറഞ്ഞാൽ കണ്ടോ, ഇപ്പോൾ കറക്റ്റ് പോയിന്റ് ഇടുമ്പോൾ കണ്ടോ പവർ കണ്ടോ. ഇതിപ്പോൾ ഒരു പോയിന്റിലോട്ട് മാത്രമേ അടിക്കൂ. അതുകൊണ്ടാണ് അത്ര ഏരിയ പോകുന്നില്ല. കണ്ടോ, നമുക്കിപ്പോൾ കറക്റ്റ് ആണെങ്കിൽ ഇപ്പോൾ കാണണമെങ്കിൽ ഇത് കണ്ടോ. ഇപ്പോൾ കണ്ടോ ഇവിടുത്തെ പായല കണ്ടോ. അപ്പോൾ ആ പായൽ കറക്റ്റ് തറയിലെ പായല കണ്ടോ. ആ പായൽ കറക്റ്റ് പോകുന്ന നിങ്ങൾക്ക് ക്ലീനായി വരുന്ന കാണാം. കണ്ടോ, നമുക്ക് നല്ല പ്രഷർ 120 ബാർ പ്രഷർ എന്ന് പറയുമ്പോൾ നമുക്ക് വീട്ടിലെ പർപ്പസിന് അത് മതി. പ്രത്യേകിച്ച് വണ്ടിയെ കഴുകാൻ ഒത്തിരി പ്രഷർ ഇല്ലാതിരിക്കുന്നു. ഒത്തിരി പ്രഷറെ അടിക്കും. നമുക്കൊരു സേഫ്റ്റി ഫീച്ചർ കൂടെ ഉണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ആരും പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് വെച്ച് അടിക്കാതിരിക്കാൻ വേണ്ടി ഇത് കണ്ടോ, ഇതിങ്ങനെ ലോക്കാക്കി കഴിഞ്ഞാൽ ഇതിന് പ്രസ് ആവത്തില്ല. ഇപ്പോൾ പിള്ളേരൊക്കെ ഉള്ള വീടാണെങ്കിൽ നമ്മളെടുത്ത് ഉപയോഗിക്കുക കഴിയുമ്പോൾ അവരെടുത്ത് വെച്ചത് ദേഹത്തോട്ട് വല്ലതും അടിച്ചതിന് പോയിൻ്റൊക്കെ ഇട്ടേക്കുവാണെങ്കിൽ നല്ല പ്രഷർ നല്ല പോലെ വേദനിക്കും. അപ്പോൾ ഞാൻ ചുമ്മാ കാണിച്ചത് ഇതുകൊണ്ട് എൻ്റെ കയ്യിലോട്ട് അടിക്കുന്ന പവർ കണ്ടോ. ഇത്രയും ലെങ്തിൽ പോലും കൈ പിടിക്കാൻ പറ്റുന്നുണ്ട്. നല്ല പവറാണ് ഈ പോയിന്റിൽ കിടക്കുമ്പോൾ. പക്ഷെ സ്പ്രെഡ് ചെയ്ത് അടിക്കുമ്പോൾ നമുക്ക് അത്രയും പ്രശ്നമില്ല. ഇത്ര അടുത്തൊന്നും വലിയ പ്രശ്നം. സ്കിൻ വെച്ചാൽ വേദനിക്കും. കൈയുടെ വെള്ളം വെക്കുമ്പോൾ വലിയ പ്രശ്നം. പക്ഷേ സ്കിന്നേലോട്ട് അടിക്കുവാണെങ്കിൽ വേദനിക്കും. ഇത്ര അടുത്തൊക്കെ കൊണ്ടുവരാം. പോയിന്റ് ഇവിടെ വരെ കൊണ്ടുവന്നാൽ വേദനിക്കും. ഞാൻ സ്പ്രെഡ് ഇട്ടേക്കാം. വണ്ടിയിലൊന്ന് അടിച്ച് കാണിക്കും. ഇത് കണ്ടോ, സ്പ്രെഡിൽ നമുക്കിങ്ങനെ സ്പ്രെഡ് ചെയ്ത് എടുക്കാം. പിന്നെ പോയിന്റ് ഇടുവാണെങ്കിൽ പോയിന്റിലിട്ടിട്ട് നമുക്ക് ഇതിൻ്റെ അടിയൊക്കെ ചെളിയൊക്കെ ഉണ്ടെങ്കിൽ ഫുള്ള് പിന്നെ മാക്സിമം ഇതിന്റെ പോയിന്റ് ഇട്ടിട്ട് ഡയറക്റ്റ് വണ്ടിയുടെ ബോഡിയിലോട്ടൊന്നും കാറിന്റെയോ ബൈക്കിന്റെ ഒക്കെ ബോഡിയിലോട്ട് അടിക്കാതിരിക്കുക. പെയിന്റ് ഡാമേജ് ഉണ്ടാവും. ഇങ്ങനെ പോയിന്റ് ഇടും. നമുക്കിപ്പം ഈ ഇതിന്റെ അടിയിൽ അണ്ടറൊക്കെ അടിക്കാൻ വലിയ പ്രശ്നമില്ല. ടയറിലൊക്കെ അടിക്കുവാണെങ്കിൽ വലിയ കുഴപ്പമില്ല. പക്ഷെ പെയിന്റ് അടിച്ചേക്കുന്ന ബോഡിയിലോട്ട് അടിക്കാതിരിക്കുക. ഇത് ഇളകിപ്പോവും. നമ്മൾ ഭിത്തിയിലൊക്കെ അടിക്കുവാണെങ്കിൽ ഇതുണ്ടോ പെയിന്റ് ഇളകിപ്പോകുന്നുണ്ടോ. ഇതുണ്ടോ ഇവിടുത്തെ അടിച്ച പെയിന്റ് ഉണ്ട്. ഞാൻ അടിച്ചപ്പോൾ കണ്ടോ ഇളകിപ്പോകുന്നുണ്ട്. പെയിന്റ് ഇളകിപ്പോകുന്നുണ്ട്. ഇത്രയും പവർ ഉണ്ട്. ഇതുണ്ട് പെയിന്റ് പോകുന്നുണ്ട്.
അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്രഷർ വാഷറിൻ്റെ വീഡിയോ. പ്രഷർ വാഷർ ഏതെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഐബെലിൻ്റെ യോവ സീരീസ് വരുന്ന 1800 വാട്ട്സ് വരുന്ന 6.5 ലിറ്റർ പെർ മിനിറ്റിൽ വാട്ടർ ഫ്ലോ റേറ്റ് ഉള്ള ഐബെലിൻ്റെ പ്രഷർ വാഷറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. അപ്പോൾ ആവശ്യമുള്ളവർ ചെക്കൗട്ട് ചെയ്യുക. ഇതിൻ്റെ ഞാൻ എടുത്ത സമയത്ത് വില എന്ന് പറയുന്നത് 4000 ആയിരുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു 500 രൂപയുടെ കൂടി, ഇപ്പോൾ 4500 ആയി. പക്ഷെ ഇതിൻ്റെ ആ 2200 2400 വാട്ട്സിന് കണ്ട് വലിയ വ്യത്യാസമില്ല. 100-300 രൂപയ്ക്ക് വ്യത്യാസം. നിങ്ങൾക്ക് അത്രയും കൂടെ വാട്ട്സ് പവറുള്ള കിട്ടും. അത് 7 ലിറ്റർ എന്തോ ഫ്ലോ റേറ്റ് ഉള്ളതാണ്, 7.7 ലിറ്റർ കണ്ടുള്ള ഫ്ലോ റേറ്റ് ഉള്ളത്. അപ്പോൾ അത് ആവശ്യമുള്ളവർക്ക് അതും വാങ്ങിക്കാം, ഇത് ആവശ്യമുള്ളവർക്ക് ഇതും വാങ്ങിക്കാം. എന്തായാലും നിങ്ങൾ ചെക്കൗട്ട് ചെയ്യുക. ഫ്ലിപ്കാർട്ടിലോ ആമസോണിലോ വരെ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാം. എന്തായാലും ഇത്രയേ ഉള്ളൂ അതിൻ്റെ വ്യത്യാസം. പ്രഷർ ബാറിലുള്ള വ്യത്യാസവും ഇതുപോലെ വാട്ട്സിലുള്ള വ്യത്യാസം. ഇതിപ്പോൾ കണ്ടോ, നിങ്ങൾ സൗണ്ട് കേട്ടുവാണ്. അത് നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് അതിൻ്റെ പ്രഷർ പമ്പ് ചെയ്യുന്നത്, വെള്ളം പമ്പ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ ഇത് ഓണാവും ഇടയ്ക്കിടയ്ക്ക്. അപ്പം അത് ഇടയ്ക്കിടയ്ക്ക് ഓണാവും. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ വീഡിയോസ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൺ ഞെക്കുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസായിട്ട് നമ്മൾ ഇനിയും കാണും. ഓക്കെ, ബൈ.